ഗേസ് പാർട്ട് 2 ഗേസ് വണ്ടി അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗേസ്. നമുക്കിനി അങ്ങോട്ട് നമ്മൾ വീട്ടിൽ നേരെയാണല്ലോ ഗേസ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഏതൊക്കെ തരം ബോംബാണ് വെച്ചേക്കുന്നതെന്ന്. അവർ പറയുന്നത് സ്റ്റിക്കി ബോംബിൻ്റെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ വേറെ സ്റ്റിക്കി ബോംബിൻ്റെ കളർ വേറെ രീതിയിലും ഏതോ ഒരു ബോംബ് ഇരിക്കുന്നതെന്ന് പറയുന്നു. എന്നാലും നമുക്ക് നോക്കാം ഗേസ്. ഇവിടെ വേറെ ഫയർഫോഴ്സൊക്കെ വന്നായിരുന്നു, പക്ഷെ അവർക്ക് പറ്റാത്തതുകൊണ്ട് പക്ഷെ അവരെ വണ്ടിക്ക് തീ പിടിച്ചപ്പോൾ അവരങ്ങ് പോയി ഗേസ്. അവർ വണ്ടിയിൽ തന്നെ സാധനം ഉണ്ടായിട്ടും അവർ മണ്ടത്തിനും കാണിച്ചു ഗേസ്. നമ്മളെ വണ്ടി ഇങ്ങോട്ട് ഇടാണ്ട വല്ലവന്മാരും കൊണ്ടിട്ട് ചെന്ന് ഇടിക്കും ഗേസ്. നമ്മളെ വണ്ടി നമ്മളെ വണ്ടി നമുക്ക് ഇങ്ങോട്ടിടാം. ഗേസ് നമുക്ക് ഇവിടെ ഇടാം. അന്നേരം നമുക്ക് നടന്നങ്ങോട്ട് പോവാം. റെക്കോർഡിങ് എടുക്കുന്നത് ഗൈസ് നമുക്ക് ഓടിപ്പോയി നടന്നു പോയപ്പോ നടക്കൂല. അയ്യാ എൻ്റെ അമ്മച്ചി. പ്രദീപിൻ്റെ അടുത്ത് എല്ലാവരും ഒഴിപ്പിക്കാൻ പറഞ്ഞാൽ പ്രദീപ് ഒഴിപ്പിച്ചു. പക്ഷെ ഒരുത്തൻ അതൊന്നും അറിയാതെ കയറി വന്നിരിക്കുന്ന അവിടെ ജോലിക്ക്. അവന് സ്റ്റിക്കി പോകുമ്പോൾ എന്താന്ന് പോലെ അതിനോടൊന്നാണ് അവന് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ആ വണ്ടി ഗൈസ്. നമുക്ക് അന്നേരം അകത്തോട്ട് കയറാം. അവന് മയക്കൊഴി വെടി വെച്ചിടാം ഗീസ്. ഗീസ് ഇതെന്തോ സ്റ്റിക്കി ബോംബിൻ്റെ രാജ്യോ? നമ്മളെ പിസ്റ്റലിൽ മയക്കൊടി ബുള്ളറ്റാണുള്ളത്. നമ്മൾ മയക്കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഗേസ് സെല്ലിൽ 4 പേരുണ്ട്. സെല്ലിലുള്ളവൻ്റെ മോന്തയ്ക്കൊക്കെ സ്റ്റിക്കി ബോംബ് വെച്ചേക്കുന്നത് ഗേസ്. ഇവിടെ മൊത്തം സ്റ്റിക്കി ബോംബാണല്ലേ ഗേസ്. നോക്ക് ഇതിൻ്റെ മോളെന്താ വെച്ചോ ഗേസ്. മോള് പോലെ വെറുതെ വിട്ടില്ല ഗേസ്. നിങ്ങൾ കണ്ടോ ഗേസ് എന്താണ് വിധി? നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ആദ്യം കാണുന്ന വീഡിയോ ആണ് ഗേസ്. നമുക്ക് അന്നേരം പുറത്തോട്ടിറങ്ങി ബാക്ക് വശത്താണ് വലിയതുണ്ടായിരുന്നെന്ന് അവൻ പറഞ്ഞത് ഗേസ്. ഇങ്ങനെ മയക്കോടി വെച്ചിട്ട് പ്രദീപ് എടുത്തുകൊണ്ട് പോയി അവനെ വീട്ടിൽ വിട്ടു ഗേസ്. നമുക്ക് ബാക്ക് വശത്ത് നോക്കാം. ബാക്ക് വശത്ത് ഈ കുഞ്ഞു ബോംബല്ലേ ഗേസ്. നിങ്ങൾ നോക്കുക ഗേസ്, എന്തൊരു വലിയ സ്റ്റിക്കി ബോംബ് ഗേസ്. എന്തായാലും നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ നോക്കാം ഗേസ്. നമ്മളെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, അതുകൊണ്ട് കണക്ട് ചെയ്യാം. ഗേസ് അങ്ങനെ ഒത്തിരി വട്ടം ട്രൈ ചെയ്ത് ഗേസ് അങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അറിയില്ല, ഇല്ലെങ്കിൽ നമ്മളെ കൂടി പൊട്ടിപ്പൊളിയും. നമുക്ക് നേരെ തന്നെ ഫയർഫോഴ്സ് വണ്ടി എടുക്കാം ഗേസ്. നമുക്ക് ഫയർഫോഴ്സ് എടുക്കാൻ പോയി ഫയർഫോഴ്സ് എടുക്കുക. നമ്മളെ വീട്ടിൻ്റെ അവിടെ പോയി എന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യുക. നമുക്ക് എടുക്കാം ഗൈസ്. നമുക്ക് വണ്ടി ഇടാൻ ഇങ്ങോട്ട് കയറ്റിയിടാം. നമ്മൾ ഫയർഫോഴ്സ് വണ്ടി ഇടാൻ വേണ്ടി ഞാൻ പുതിയൊരു ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ജലേജ്. അത് ഇറക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് ഒരു എളുപ്പത്തിന് വേണ്ടി കൊണ്ടിട്ടായിരുന്നു, പക്ഷെ അത് ഇത്ര പാടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഫയർഫോഴ്സ് ഇവിടെ കിടക്കട്ടെ, അതൊക്കെ സെറ്റായിപ്പോയി. നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഇവരെ ജീവൻ രക്ഷിക്കാൻ നോക്കാം ഗൈസ്. നമുക്ക് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാൻ പാടാണ്. ഇതൊക്കെ പറഞ്ഞാൽ പോയേ പറ്റോ.
ഗൈസ് ഓടിപ്പോവാം. ഗൈസ് നമുക്ക് ഇവനെന്തോ ആ സിറ്റി പോകുമ്പോൾ അവിടെ പൊട്ടാൻ പോകുന്ന ആ ഇടയ്ക്ക് നീ കിടന്ന് ഇവിടെ മടന്ന് കളിക്കുന്നു. എൻ്റെ ഒരു ഇടിക്ക് നല്ല ബോധം പോയി. എൻ്റെ ഒരു ഇടിക്ക് നിന്റെയൊക്കെ ലക്ഷ്യത്തിനായി നിൽക്കുമ്പോൾ നീയൊക്കെ എന്നെ കൊല്ലാൻ അവന്മാരുടെ ബോധം കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവന്മാർ ഇനിയിപ്പോൾ അങ്ങ് നടന്നു നോക്കുള്ളൂ. നമുക്ക് ഓടി തന്നെ പോവാ. അതെൻ്റെ ഒരു വാശിയാണ്. അതിന് മുന്നേ കണക്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. അതാണ്ട് ഗേസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ടിവേറ്റ് ആണ്. ആ ആക്ടിവേറ്റ് കൊടുത്താൽ ആ ബോംബ് പൊട്ടിത്തെറിക്കും. ഗേസ് എല്ലാവരെയും മാറ്റി വെക്കുവായതുകൊണ്ട് കുഴപ്പമില്ല. ഗേസ് നമുക്ക് അങ്ങോട്ട് എന്തായാലും ഓടിപ്പോവാം. തോനെ അടുത്തോട്ട് പോകേണ്ടി വരും. ഗേസ് നമുക്ക് ഇവൻ്റെ ആ ഡിഫൻഡർ അങ്ങ് എടുക്കാം. ഗേസ് നമുക്ക് ആ ഡിഫൻഡർ അങ്ങ് എടുക്കാം അവൻ്റെ നിന്ന്. ഇവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം ഗേസ്? ഒരു ഡിഫൻഡർ പോയാൽ എന്താ അവൻ്റെ നിന്ന് ജീവനല്ലേ വലുത്, ഡിഫൻഡർ അല്ലല്ലോ. ഗേസ് ചുമ ഗേസ് നമ്മൾ ഓടിപ്പോയാലൊന്നും എത്താൻ പാടാണ്. അതുകൊണ്ടാണ് ഗേസ് ഈ ഡിഫൻഡർ അവന് വേറെ ഡിഫൻഡറാണ് വാങ്ങിക്കൊടുക്കാൻ. നമ്മളെ വേറെ വാങ്ങിക്കൊടുക്കാം. ഈ ഡിഫൻഡർ ഇതിനകത്തിട്ട് കത്തിച്ച് കളയാം. അവിടെ ഇരിക്കട്ടെ ആ ഡിഫൻഡർ. നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ച് വെക്കാം. കേസ് നമുക്ക് ആക്ടിവേറ്റ് കൊടുക്കാം. ആ മറ്റേ ബോധം പോയാൽ അവനൊന്നും പറ്റിയിട്ടില്ല. കേസ് അങ്ങനെ ആക്കിയിട്ട് ചെയ്തു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മളിവിടെ രക്ഷിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്തിട്ട് കമൻറ്റിൽ കൂടെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കാൻ. അന്നേരം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതും അതെന്തുവാ ഗീസ് ആ പോസ്റ്റിൻ്റെ ഷാഡോ. അന്നേരം ഗീസ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.